Hi all. So today in this class we'll be discussing about beta-lactam antibiotics. So പേരിലുള്ള പോലെ തന്നെ those antibiotics which are having a beta-lactam ring, they comes under the category of beta-lactam antibiotics. And the major drugs which comes in beta-lactam antibiotics are penicillins, cephalosporins, monobactams and carbapenems. So let's see one by one. First, let's see about penicillin. സോ പെനിസിലിൻ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ പെനിസിലിൻ നാച്ചുറൽ പെനിസിലിൻ്റെ എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ പെനിസിലിനായിട്ട് ഷോർട്ട് നോട്ടിൽ ചോദിക്കാം. സോ ഇതിൻ്റെ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിടുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ എക്സാം. എസ് എ ആയിട്ടാണ് സാധാരണ ചോദിക്കാറ്. നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസും അതുപോലെ തന്നെ പെൻസിലിൻ്റെ ഓവറോൾ ആക്ഷൻസും ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും എടുത്ത് ചോദിക്കാറുണ്ട് എസ് എയിൽ. So please mark this as important. Penicillins, as you all know, it is one of the important antibiotics which was discovered by Alexander Fleming from one of the bacterium which is Penicillin notatum. So ഇത് നമ്മൾ സ്കൂൾ തൊട്ടേ പഠിക്കുന്നതാണ്, which was discovered by Alexander Fleming. Coming to the mechanism of action. സോ മെക്കാനിസം ഓഫ് ആക്ഷനിൽ നമ്മളുടെ ബാക്ടീരിയൽ സെൽ വാളിൻ്റെ റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. സോ ഈ പെപ്റ്റിഡോ ഗ്ലൈക്കാന് സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ട്രാൻസ്പെപ്റ്റിഡേസ്. അപ്പോൾ നമ്മുടെ പെൻസിലിൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ എൻസൈം ട്രാൻസ്പെപ്റ്റിഡേസ്. അപ്പോൾ എന്ത് പറ്റും? ദ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ സിന്തസിസ് ഇസ് ബ്ലോക്ക്ഡ്. അപ്പോൾ എന്ത് പറ്റും? സെൽ വോളിൽ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ കാണില്ല. സോ വാട്ട് ഹാപ്പൻസ്? ബാക്ടീരിയൽ സെൽ വോള് വീക്ക് ആയിരിക്കും. ഇറ്റ് ക്യാൻ അണ്ടർഗോ ലൈസിസ് and finally it may lead to death of the bacteria and hence it is known as bactericidal drug. ഒന്നുകൂടെ പറയാം, നമ്മുടെ ബാക്ടീരിയൽ സെൽ വോളിലെ ഒരു എസെൻഷ്യൽ കമ്പോണൻ്റ് ആണ് പെപ്റ്റിഡോ ഗ്ലൈക്കാൻ. ഈ പെപ്റ്റിഡോ ഗ്ലൈക്കാൻ്റെ സിന്തസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് ട്രാൻസ്പെപ്റ്റിഡേസ്. നമ്മളുടെ പെനിസിലിൻ ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ എൻസൈം ട്രാൻസ്പെപ്റ്റിഡേസ്, thereby reducing or decreasing the peptidoglycan synthesis. This may lead to a weak bacterial cell wall which may undergo lysis and death of the bacteria. Now coming to the classification of penicillins. Again, this is one of the important area which can be asked as a subpart in the essay question. There can be natural penicillins like penicillin G, semi-synthetic penicillins like acid-resistant, example penicillin V, penicillinase resistant, which is methicillin or oxacillin, extended spectrum penicillins like aminopenicillins, ampicillin, amoxicillin, carboxypenicillin, carbicillin, ticarcillin, and uridopenicillin. One of the example is piperacillin. Now coming to penicillin G അല്ലെങ്കിൽ natural penicillin. So this is a narrow spectrum antibacterial drug. ഒരു bactericidal drug ആണ്. However, it is narrow spectrum. വളരെ ചുരുക്കം ഓർഗാനിസത്തിനെതിരെ മാത്രമാണ് ഇത് എഫക്റ്റീവ്. It is effective against gram-positive cocci, bacilli and a few bacteria. However, this is ineffective against other bacteria like Staphylococcus. എന്തുകൊണ്ടാണ് ഇത് സ്റ്റഫിലോകോക്കസിനെതിരെ ആക്റ്റീവ് അല്ല എന്ന് പറയാൻ കാരണം, നമ്മളുടെ ട്രാൻസ്പെപ്റ്റിഡേസ് ആ ഒരു നമ്മളുടെ സ്റ്റഫിലോകോക്കസ് ഈ ഒരു ബാക്ടീരിയ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് പെനിസിലിനേസ്. പെനിസിലിനേസ് എൻ്റെ വേറൊരു പേരാണ് ബീറ്റ ലാക്ടമേസ്. ഈ ഒരു എൻസൈം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇനാക്ടിവേറ്റ്സ് പെനിസിലിൻ
by opening up the beta-lactam ring. Hence, penicillins do not bind to bacteria and resistance develop. സോ ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഫൈലോകോക്കസ് പോലെയുള്ള ഓർഗാനിസംസ് they produce one of the enzyme which is known as penicillinase അല്ലെങ്കിൽ beta lactamase. അപ്പോൾ ഈ ബീറ്റാ ലാക്ടമേസ് അല്ലെങ്കിൽ പെനിസിലിനേസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ബീറ്റാ ലാക്ടം റിങ്ങിനെ അത് ഓപ്പൺ അപ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, ബാക്ടീരിയയ്ക്ക് അല്ല നമ്മളുടെ ഡ്രഗിന് അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഡ്രഗ് എന്താ നശിച്ചു പോകും. ഹെൻസ് ദിസ് പർട്ടിക്കുലർ antibiotics, they do not bind to the bacteria and resistance develop. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. സ്റ്റഫിലോകോക്കസ് പോലെയുള്ള ഓർഗാനിസംസ് പെനിസിലിനേസ് അല്ലെങ്കിൽ ബീറ്റാ ലാക്ടമേസ് പ്രൊഡ്യൂസ് ചെയ്യും, which open up the ring of beta lactam ring of the antibiotic, thereby destroying it. Coming to the pharmacokinetics, this drug is an acid liable drug. അതായത് നമ്മുടെ ആസിഡ്, ഗ്യാസ്ട്രിക് ആസിഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഈ ഒരു പർട്ടിക്കുലർ ഡ്രഗിനെ നശിപ്പിക്കും. ഇറ്റ് ഇസ് എ പ്ലാസ്മ പ്രോട്ടീൻ ബൗണ്ട്. ഈ ഒരു ഡ്രഗ് പ്ലാസ്മ പ്രോട്ടീൻസുമായിട്ട് ബൈൻഡ് ചെയ്യും. ഹെൻസ് ദ ഡ്രഗ് ഇസ് ലോങ് ആക്ടിങ്. ഇറ്റ് ഇസ് ഡിസ്ട്രോയിഡ് ബൈ ഗ്യാസ്ട്രിക് ജ്യൂസ്. As we said, it is an acid liable drug. So this is to be given after 2 hours of food. So ഫുഡ് കഴിച്ച് ഫുഡിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ഇമ്മീഡിയറ്റ്ലി ആണ് ഈ ഒരു പർട്ടിക്കുലർ ഡ്രഗ് കൊടുക്കേണ്ടത്. ഷോർട്ട് പ്ലാസ്മ ഹാഫ് ടൈം ഓഫ് അബൌട്ട് 30 minutes. ഇതൊരു ഷോർട്ട് ആക്ടിങ് ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാസ്മ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 30 minutes മാത്രമേ ഉള്ളൂ. പ്ലാസ്മ ഹാഫ് ലൈഫ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രഗ് അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പകുതി ആവാനുള്ള ടൈമാണ് പ്ലാസ്മ ഹാഫ് ലൈഫ്. സോ ഫോർ പ്ലാസ്മ ഹാഫ് ലൈഫ് 30 minutes എന്ന് പറയുമ്പോൾ ഡ്രഗ് അത്രയും ഷോർട്ട് ആക്ടിങ് ആണ്. ഇറ്റ് പെനിട്രേറ്റ്സ് ഇൻ ടു ദ സെറസ് ക്യാവിറ്റി. ഹൗവർ ദ പെനിട്രേഷൻ ഇൻ ടു CSF ഇസ് പുവർ. സോ നമ്മളുടെ ബോഡി ക്യാവിറ്റീസിലൊക്കെ ഡ്രഗ് പെനിട്രേറ്റ് ചെയ്യുമെങ്കിൽ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇത് ക്രോസ് ചെയ്യില്ല. ആൻഡ് ദ ഡ്രഗ് ഇസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ. Coming to the adverse effects, the major adverse effects are hypersensitivity reactions. Allergic reactions ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. And the major allergic reactions include skin rashes, urticaria, fever, serum sickness, exfoliative dermatitis, anaphylaxis, and this is more common. All these hypersensitivity reactions are more common with parenteral drug. IV റൂട്ടിൽ കൂടെ കൊടുക്കുമ്പോഴാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാർഡിൽ ശ്രദ്ധിച്ചാൽ അറിയാം, വാർഡിൽ പോയിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, വാർഡിൽ പോകുമ്പോൾ പെനിസിലിൻ കൊടുക്കുകയാണെങ്കിൽ ദ എമർജൻസി കാർഡ് റെഡിയാക്കി പേഷ്യൻറ്റിന് അഡ്രിനാലിൻ ലോഡ് ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു പെനിസിലിൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ പെനിസിലിൻ ഉണ്ടായിട്ട് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്യാനാണ് ഈ ഒരു റെസിസിറ്റേഷൻ കാർഡ് റെഡിയാക്കുന്നതും അതുപോലെ തന്നെ ആൻറ്റിഡോട്ടായ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനെ ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യാൻ പറ്റുന്ന അഡ്രിനാലിൻ ലോഡ് ചെയ്ത് വെക്കുന്നത്. There can be local reactions like pain and thrombophlebitis at the IV site. CNS complications can be confusion, convulsion, coma, as well as muscle twitching. There can be supra infections. അതായത് സുപ്ര ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ആ ഒരു നമ്മളുടെ നാച്ചുറൽ ഫ്ലോറയുടെ ഒക്കെ എമൗണ്ട് കുറയും അല്ലേ? നമ്മളുടെ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫ്ലോറ അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് നമ്മളെ കുറേ അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. സോ അവരുടെ ഫ്ലോറയുടെ എമൗണ്ട് കുറഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും? വേറെയുള്ള പാത്തോജൻസ് നമ്മളെ അറ്റാക്ക് ചെയ്തെന്ന് വരും. സോ ദിസ് ക്യാൻ ലീഡ് ടു അതർ ഇൻഫെക്ഷൻസ് വിച്ച് ഇസ് നോൺ ആസ് സുപ്ര ഇൻഫെക്ഷൻസ്. ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ ഇഫ് ദർ ആർ എനി അതർ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻസ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു ദ decline in the natural flora, it is known as supra infections. And there can be Jerich's Herxheimer reaction, which is one of the
common reaction which may happen to this